ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കിടുക്കാച്ചി ബ്യൂട്ടി ടിപ്പ് ഒന്നും അല്ല കേട്ടോ. ഞാൻ മുഖവും എനിക്കൊക്കെ പെരയ്ക്കാതിരുന്നാലേ എൻ്റെ ചെടികളെല്ലാം വാടി തളർന്നൊക്കെ പോവും. അപ്പോഴിന്ന് സുപ്പും ഉണ്ടല്ലോ, ഞാനിവിടെ ചെയ്യുന്നതാണ്. ഉണക്ക് സമയമാകുമ്പം ഞാനിവിടെ ഇങ്ങനെ ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം ഇവർ വാടി തളർന്നൊക്കെ നിൽക്കുന്നത്. ചിലപ്പം രാവിലെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വൈകിട്ട് എല്ലുമ്പോഴത്തേനും അവന്മാർ മൊത്തത്തിൽ തലയും കുമ്പിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മയൊക്കെ അങ്ങനെ വേറെ ഓരോ വാഴയ്ക്ക് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഴയൊക്കെ നട്ട് കൊലയൊക്കെ ഉണ്ടാകത്തില്ലേ, കൊല ഉണ്ടായി അത് വിളഞ്ഞ് വരുമ്പം നമ്മളെടുത്ത് അത് പഴുപ്പിച്ചൊക്കെ കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോഴതിൻ്റെ ആ വെട്ടിക്കളയുന്ന പിണ്ടി ഉണ്ടല്ലോ, പിണ്ടിയാണെങ്കിൽ നമ്മുടെ അമ്മയൊക്കെ ഉണ്ടല്ലോ, പിണ്ടിയാണെങ്കിൽ വെട്ടി വേറെ വാഴയ്ക്ക് ഇങ്ങനെ തണലായിട്ട് വെക്കും ഈ ഉണക്ക സമയത്ത്. പിന്നെ നമ്മുടെ തെങ്ങിനൊക്കെ ഇങ്ങനെ കൊണ്ട് മുറിച്ച് വെക്കും കേട്ടോ. ഇതേപോലെ ചെറിയ എടുക്കാൻ വയ്യ കേട്ടോ. ഇതേ ഇങ്ങനെ അമ്മയൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇത് അവിടെ കിടന്ന് ഇച്ചിരി തണുപ്പും കിട്ടും, ഇതങ്ങ് വളമായി പോവുകയും ചെയ്യും. അങ്ങനെ അന്ന് മുതൽ എനിക്കും ഈ സംഭവങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ചെടിക്കൊക്കെ ഭയങ്കര ചൂടടിക്കുന്ന സമയമല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി എണ്ണത്തിന് ഞാൻ ചെയ്ത് ചെടിക്കകത്ത് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചെറിയ പീസായിട്ട് ഞാനത് കട്ട് ചെയ്ത് ആ ചട്ടിക്കകത്ത് വെക്കും. അവിടെ നിൽക്കുന്ന ചെടിക്കകത്തെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തും വെള്ളമുണ്ട്. അപ്പോൾ ഇത് ഇരിക്കുമ്പം തന്നെ ആ ചട്ടിയിൽ നമ്മുടെ ആ മണ്ണ് പെട്ടെന്ന് ഉണങ്ങി പോകത്തില്ല കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ഞാൻ അങ്ങനെ പരീക്ഷിച്ചപ്പോഴാണ് എനിക്ക് ഈ ബുദ്ധി വന്നത്. നിങ്ങൾ ഈ ബുദ്ധിയൊക്കെ പരീക്ഷിക്കണം. അപ്പോൾ ഈ പിണ്ടി അങ്ങ് പോയാലും അതൊരു വളമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ആ നമ്മുടെ ചട്ടിക്കകത്ത വെള്ളം അങ്ങനെ ഒരു തണലായിട്ട്, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പോകും. രാവിലെ വെള്ളം ഒഴിച്ചാലും ഇപ്പം നമ്മൾ വൈകിട്ട് ഒന്ന് നോക്കിയാൽ ആ ചട്ടിയിലെ വെള്ളമൊക്കെ പോയി ചെടിയൊക്കെ വാടി തളർന്നൊക്കെ നിൽക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേട്ടോ. ഞാനിപ്പോൾ എല്ലാത്തിനും ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ചെടിക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് കൊടുക്കും കേട്ടോ. ഇങ്ങനെ ഇത് ഒത്തിരി എണ്ണത്തിന് ഞാൻ അവിടെയൊക്കെ വെച്ചു. നമ്മുടെ ഡ്രസ്സിനകത്തൊക്കെ കറിയാവും കേട്ടോ. നമ്മുടെ അമ്മയുടെയൊക്കെ പണ്ട് നമ്മുടെ ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നല്ലോ. പശുവൊക്കെ ഉള്ള സമയത്ത് ഫുള്ള് നമ്മുടെ അമ്മയുടെയൊക്കെ മുണ്ടിനകത്തൊക്കെ അങ്ങ് കറയായിരുന്നു. ഇത് ചെറുതായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇന്നാളിലേ കറിവേപ്പ് ഞാൻ നട്ടായിരുന്നല്ലോ. അപ്പോൾ കറിവേപ്പിന് മണ്ണൊന്നും ഇല്ലാതെ നമുക്ക് ഈ പിണ്ടിയും കരിയിലയും വെച്ച് നമുക്ക് കറിവേപ്പ് നട്ട് വളർത്തിയെടുക്കാം. സുപ്പു അങ്ങനെ ഇന്നാളൊരു വീഡിയോ കാണിച്ചായിരുന്നല്ലോ. ഞാൻ കറിവേപ്പൊക്കെ നട്ട് അത് കിളർത്ത് വന്നത്. ഇത് ഇങ്ങനെ ചെറിയ പീസായിട്ട് ഞാൻ കാണിക്കാം. ഞാൻ കാണിക്കാം. ഞാൻ റോസയ്ക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്കൊരു സമാധാനം കേട്ടോ. ഇതിനകത്തും പിണ്ടിക്കകത്ത് വെള്ളമുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം പിണ്ടിക്കകത്ത് വെള്ളമുണ്ടെന്ന്. ഈ വെള്ളം വറ്റിപ്പോയാൽ ഇതിങ്ങ് ചുക്കിച്ചുളിയും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് അതിനകത്ത് കിടക്കുന്ന ആ മണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് അതിൻ്റെ ആ വെള്ളം അങ്ങനെ തന്നെ ഇരിക്കും. നമ്മുടെ സരസ് കണ്ട ഇപ്പോൾ ഒരു ഡയലോഗ് പറയും. എന്താണ് ആ ഡയലോഗ് എന്ന് പറയട്ടെ. ഇവിടെ പശു ഉണ്ടായിരുന്നു, പ്രിയേ നീ എന്നിട്ടും ഈ പിണ്ടിയൊന്നും ഇങ്ങനെ കണ്ടിച്ച് പശുവിന് കൊടുത്തില്ലല്ലോ, നീ പിന്നെ എന്തിനിപ്പം പശുവില്ലാത്ത സമയത്ത് ഇരുന്ന് പിണ്ടി വെട്ടുന്ന എന്തിനാണെന്നൊക്കെ നമ്മുടെ സരസ് ഒരു ലഡു പൊട്ടും ചോദിക്കും ചിലപ്പം കേട്ടോ. ഞാൻ പറയാം, അമ്മേ എൻ്റെ ചെടിയൊക്കെ എൻ്റെ ചെടി ഒക്കെ വാടി തളർന്നു, അതിനാണ്. പിന്നെ പാളയം തോടലോ ആ ഒരു പിണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പിണ്ടിയുടെ വെള്ളം കൊടുക്കാം. ആർക്കാ? ഈ മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ പിണ്ടിയുടെ നീര് കൊടുക്കാം. വാഴപ്പിണ്ടി
ഇടിച്ച് പിഴിഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എന്താ പിണ്ടിക്കള്ളെന്നും പറഞ്ഞ് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ണീന്നോ നമ്മളിവിടെ പിണ്ടിന്ന് തന്നെ പറയുന്നത്, വാഴപ്പിണ്ടി ഇങ്ങനെ ചെറുതായിട്ട് ഇതിങ്ങനെ കുഴിച്ച് വയ്ക്കും. കുഴിച്ച് വെച്ചിട്ട് ഏലക്കയോ ഗ്രാമ്പോ ഏതാണ്ടൊക്കെ ഇട്ട് നമുക്ക് ആ വെള്ളം ഇട്ട് കുടിച്ചാൽ നല്ലതാണ്. നിങ്ങൾ കാണുന്നോ, എൻ്റെ ചിന്നുവിൻ്റെ ചുണ്ട് പോയി. അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വെയിലാണിവിടെ കേട്ടോ. ചുണ്ടും എല്ലാം പോവും. ഞാൻ കാണിക്കാം കേട്ടോ, ഞാൻ ചെടിക്കകത്തൊക്കെ വെച്ചേക്കുന്ന ഈ പിണ്ടി. വെയിറ്റ് പിള്ളേരെ, വെയിറ്റ് ഒരു 3-4 പിണ്ടി ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് എല്ലാത്തിനും കുറേശ്ശെ എല്ലാത്തിനും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാം. എന്നിട്ടും ഇത് വെച്ചിട്ടും ഒരു രക്ഷയില്ല, വെയിൽ കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചട്ടിക്കകത്തൊക്കെ ഞാൻ വെച്ചതാണ്, ഞാൻ കാണിക്കാം. കാണുന്നുണ്ടോ? വേണ്ടേ, ഈ ചട്ടിക്കകത്തൊക്കെ ഞാൻ പിണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ആ ചെടി അതൊരു ചെറിയ നീലപ്പൂ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അത്. അപ്പോഴും നമ്മൾ വാഴപ്പിണ്ടിയൊക്കെ അവിടെ കട്ട് ചെയ്ത് ഞാൻ കൊണ്ടുവച്ചു കേട്ടോ. കൊണ്ടുവച്ചു. ഭയങ്കര വെയിൽ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ദേ ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ചട്ടി എടുക്കുക, ചട്ടിക്കകത്തേ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തൈ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിവിടെ എല്ലാം വെച്ചേക്കുന്നത്. കാണുന്നുണ്ട്, ഇവിടെ എല്ലാം ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. ചട്ടിക്കകത്ത് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഉണ്ട് ചെടി എനിക്ക്, അവിടെയും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ ചട്ടിക്കകത്ത് ഇതിന് വെക്കാനുള്ളത് കേട്ടോ. നല്ല തണലാണ്. ഇത് ചുക്കിച്ചുളിഞ്ഞ് ഇത് ഒരു 1-1.5 ആഴ്ച ആയത് കേട്ടോ. ഇത് ചുളിഞ്ഞ് വരാറായി കണ്ടോ. ഇതൊക്കെ ഉണങ്ങി. എന്നാലും നമ്മുടെ ആ ചെടിക്ക് നല്ലൊരു തണുപ്പാണ് കേട്ടോ. മണ്ണൊക്കെ മണ്ണിന് നല്ല നനവാണ്. നമ്മൾ രാവിലെ വൈകിട്ട് ഒഴിക്കുന്ന വെള്ളം ഒഴിക്കുന്ന ആ മണ്ണിന് നല്ല നനവാണ് കേട്ടോ. എല്ലാ ചെടിക്കും ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഓർക്കിഡ് ഇതിനെല്ലാം അങ്ങനെ വെച്ചേക്കുന്നതാണ്. നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് നല്ല പച്ചയായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ചെടികളെല്ലാം. പിന്നെ അപ്പുറത്തോട്ടൊക്കെ വെക്കാം, പക്ഷെ നമുക്ക് പിണ്ടി എടുത്ത് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യണ്ടേ. അതൊക്കെ ഒരു വല്ലാത്ത പണി. എന്നാലും നമ്മുടെ ചെടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമില്ലേ ഈ ചെടി കാണാൻ. ഇതിൻ്റെ ഇല കണ്ടോ, ഞങ്ങൾ മാച്ച് ചെയ്താൽ എപ്പോഴും ഡ്രസ്സൊക്കെ ഇടുന്നത് കേട്ടോ. ഈ കണ്ടോ, ഞങ്ങളെപ്പോഴും മാച്ച് ചെയ്താണ് ഡ്രസ്സ് ഇടുന്നത്. നല്ല ഇലയാട്ടോ ഇതിൻ്റെ. നമ്മുടെ അയ്യത്തൊക്കെ നിൽപ്പുണ്ടല്ലോ ഇതേമാതിരിയുള്ള, എന്താ ഇതിന് പറയുന്നത്, ഇതിനൊക്കെ ഓരോ പേരുണ്ട് പക്ഷേ ഇത് ചെടി കേട്ടോ. അയ്യത്തൊക്കെ ഇതിൻ്റെ വേറൊരു സൈസ് സംഭവം മാവിനകത്ത് എനിക്ക് ഇങ്ങനെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇലയുള്ള ചെടിയാണോ, അതും ചെടിയാണ്. ആ ചെടിയൊക്കെ മാറി രൂപാന്തരം പ്രാപിച്ചത് നമ്മൾ ഇങ്ങനൊക്കെ ചെടിയായി കേട്ടോ. ഇങ്ങനത്തെ ചെടിയായി. ഇതിനൊക്കെ എപ്പോഴും വെള്ളം വേണം കേട്ടോ. ചൂടായതുകൊണ്ട് എപ്പോഴും വെള്ളമൊക്കെ വേണം. നല്ല രസമാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ്. അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഇതിന് പിടിച്ച് വരും കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു മൂടെ ഞാൻ ആക്കി വെച്ചിട്ടുള്ളൂ. ഇത് തൈ വേണമെങ്കിൽ നമ്മൾ വേണ്ട വേര് കണ്ടു. ഈ വേര് നമുക്ക് പറിച്ച് നടാം. ഇനി ഒരു ചട്ടിയിലും കൂടെ എനിക്ക് ആക്കണം. നല്ല രസമുണ്ട് ഈ ചെടി കേട്ടോ. അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ്. ഞാൻ ഒരിടത്തൊന്നും പറയത്തില്ല ഇവിടുന്നാണെന്ന് കേട്ടോ. പറഞ്ഞാൽ എന്നെ ഓടിച്ചിട്ടടിക്കും എല്ലാവരും കൂടെ. ഇവിടെ ഇരിക്കട്ടെ കേട്ടോ, നമ്മുടെ ഈ ചെടി ഇവിടെ ഇരിക്കട്ടെ. രാവിലെ വൈകിട്ട് വെള്ളം ഒഴിച്ചാലൊന്നും യാതൊരു രക്ഷയില്ല. കാറ്റ്, ഭയങ്കരമായുള്ള കാറ്റ്. എൻ്റെ പൊന്നെ, എന്തൊരു കാറ്റ്, എന്നെയും കൂടെ അടിച്ചുകൊണ്ട് പോകും. രാവിലെ വൈകിട്ട് ഒന്നും വെള്ളം ഒഴിച്ചാൽ നിൽക്കത്തില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ സരസ്വ എപ്പോഴും പറയും, വെള്ളമെല്ലാം തീർന്നു. ഇവിടുത്തെ കിണറ്റിലെ വെള്ളമെല്ലാം വറ്റി. കനാലൊക്കെ തുറന്ന് വിടാറായോ, എനിക്കറിയത്തില്ല കേട്ടോ. കനാലൊക്കെ തുറന്ന് വിടാറായോ ഒന്നും അറിയാമോ. എന്തൊരു കാറ്റ് പിള്ളേരെ, നിങ്ങളുടെ അവിടെയൊക്കെ കാറ്റുണ്ടോ? നമ്മളെയും കൂടെ അടച്ചു വളർത്തിക്കൊണ്ട് പോകുന്ന കാറ്റ് ഇവിടെ. അപ്പോഴേ എല്ലാവരും പിണ്ടിയൊക്കെ ഇങ്ങനെ
കണ്ടിച്ച് ചെടിയുടെ മൂട്ടിലൊക്കെ വെച്ചോളൂ കേട്ടോ. നല്ലതാണ് ഈ ചൂട് കാലാവസ്ഥയ്ക്ക്. നമ്മളും ഓരോന്നൊക്കെ മുഖത്തൊക്കെ ഇടുന്നില്ലേ, അപ്പോഴും അവർക്കും ഒരു തണുപ്പൊക്കെ വേണ്ടി. അപ്പോഴും നിങ്ങളിങ്ങനെ എല്ലാവരും ചെയ്യണം കേട്ടോ. നല്ല തണുപ്പാണ്. അതവിടെ ഇരുന്ന് അങ്ങ് എന്താ പൊടിഞ്ഞു പോയിക്കോളും. ചൂടൊക്കെ അടിച്ച് വെള്ളമൊക്കെ വീണ് അതങ്ങ് പൊടിഞ്ഞ് അതും ഒരു വളമായി തീരും കേട്ടോ. നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കണം. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. അറിയുന്നവരാണെങ്കിൽ ഈ സുപ്പോയോട് ക്ഷമിച്ച് മാപ്പാക്കണം നിങ്ങൾ കേട്ടോ. ഇത് ചെയ്ത് നോക്കണേ. ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്ത് വരുവാ കേട്ടോ. പിണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ പിണ്ടിയൊക്കെ തീർന്നു കേട്ടോ. ഞാൻ പിന്നെ അപ്പുറത്തെ ഗണേശൻ്റെ അടുത്തു നിന്ന് കടം വാങ്ങിച്ചതാണ്. ഞാൻ പറഞ്ഞു, ഗണേശൻ എനിക്ക് 4 പിണ്ടി വേണം, എനിക്ക് ചെടിയുടെ മൂട്ടിൽ വെക്കാൻ. ആദ്യം ചോദിച്ചു എന്തിനാ ചേച്ചി? ഞാൻ പറഞ്ഞു എനിക്ക് ചെടിയുടെ മൂട്ടിൽ ഇങ്ങനെ കണിച്ച് വെക്കാനാണ് കേട്ടോ. പാവം തന്നു എനിക്ക്. പിണ്ടിയൊക്കെ എന്തോ ആരെ ചോദിച്ചാലും തരും. പക്ഷേ അപ്പുറത്തുനിന്ന് പുറത്ത് എടുക്കാൻ പാടാണ്. എനിക്ക് ഇവിടോട്ട് ഇട്ട് തന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എനിക്ക് കേട്ടോ എൻ്റെ നടുവും മുട്ടും എല്ലാം പോയിരിക്കുക. മൊത്തത്തിൽ പോയി പിള്ളേരെ മൊത്തത്തിൽ പോയി കിടക്കുകയാണ് നടുവെല്ലാം. അങ്ങനെ നമ്മൾ പിണ്ടിയൊക്കെ കട്ട് ചെയ്ത് ചെടിയുടെ മൂട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇനി വന്നു. ഇനിയിപ്പോൾ രക്ഷയില്ല, മുറ്റത്തൊന്നും ഇറങ്ങാനൊക്കത്തില്ല. ഭയങ്കരമായിട്ടുള്ള വെയിൽ. അതുകൊണ്ട് ഞാനിനി കയറിപ്പോന്നു. കറുത്ത് പരിപാലിച്ച് പോകും കേട്ടോ. അപ്പോഴും ടിപ്പുകളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ? എല്ലാവരും ചെയ്ത് നോക്കണം ടിപ്പുകളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ എന്താ ബ്യൂട്ടി ടിപ്പൊക്കെ അല്ലേ ചെയ്യുന്നത്. നമ്മൾ എല്ലാം ചെയ്യണമല്ലോ. നമ്മളെല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ. നമ്മൾ അടുക്കളപ്പണിയും ചെയ്യും, നമ്മുടെ വീട്ടിലുള്ളവരെയും നോക്കും, നമ്മുടെ വീഡിയോ എടുപ്പും നടക്കും. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10-11 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ വെളിയിലെത്തോ നമുക്ക് ഇവിടെ ഒരു ചിത്രശലഭം വന്നത് കണ്ടോ. അപ്പോഴേ ഇനി ഒരു വെളിയിലെന്തുവാ ഇവിടെയൊക്കെ ഇത്തിരി ഒരു തണലൊക്കെ വരും. പക്ഷെ അവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള വെയിലാണ് കേട്ടോ. ഞാൻ പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങത്തതേ ഇല്ല. പിന്നെ തണലാകുമ്പോഴാണ് വൈകിട്ട് പിന്നെ നമ്മൾ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ ഇറങ്ങും കേട്ടോ. നിങ്ങളങ്ങനെയൊക്കെയാണോ? രാവിലെയും വൈകിട്ടും ആണോ? അതോ ഒരു നേരമുള്ള ചെടിക്ക് വെള്ളം ഒഴിപ്പ്? അപ്പോൾ ചെടിയൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ റോസിൻ്റെ വീട്ടിലൊന്ന് പോകണം. റോസ് ഇഷ്ടം പോലെ ഉണ്ട്, അടിച്ചു മാറ്റണം. ഞാൻ ഒരു സമയത്ത് ഞാൻ റോസ വാങ്ങിച്ച് മടുത്ത് എല്ലാം അങ്ങ് പന്നലായി പോകും. പക്ഷേ ഇപ്പോൾ എനിക്കൊരു 3-4-5 പിടിച്ച് കിട്ടി കേട്ടോ. നന്നായിട്ടൊന്ന് നോക്കിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പിടിച്ച് കിട്ടി. അപ്പോൾ മഴയൊക്കെ ആകുമ്പോഴത്തേന് കുറച്ചും കൂടെ റോസയൊക്കെ ഒപ്പിക്കണം. നമ്മുടെ ആ ചട്ടി ഒത്തിരി ഞാൻ വാങ്ങിച്ചായിരുന്നല്ലോ. ചട്ടിക്കകത്ത് ചെടികളൊന്നും നട്ടില്ലേ, ഉണക്ക് മാറട്ടെ എന്ന് വിചാരിച്ച് മഴയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ചെടിയൊക്കെ ഒപ്പിക്കാം. ചില സമയത്ത് ചെടിയോട് ഒരു ഭയങ്കര ഇഷ്ടം തോന്നും, ചില സമയത്ത് മടിയാണ്. ഇപ്പം ഞാൻ തന്നെയാണ് ചെടികളെ നോക്കുന്നത്. ഇവിടെ ആരും ഇല്ലല്ലോ, എല്ലാവരും അങ്ങ് രാവിലെ പോകത്തില്ല, ജോലിക്കായിട്ടൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നടുവിനിച്ച് പണി കിട്ടിയിരിക്കുകയാണ് സത്യമായിട്ടുമാണ്. അപ്പോഴീ മുറ്റവും റോഡും ഒക്കെ തൂക്കുന്നതിന് സരസ് കിടന്ന് വഴക്ക് നിനക്കാവത്തില്ല. സരസ് തൂക്കാൻ ഇറങ്ങുമ്പോൾ ഞാനും വഴക്ക് പറയാം, അമ്മയെ അടങ്ങിയിരിക്കാം, അമ്മയ്ക്കും വയ്യാലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സര വഴക്ക് പറച്ചിലാണ്. സരസ് എന്നോട് പറയും, നീ എല്ലാം കൂടെ ചെയ്തിട്ട് കിടപ്പിലായാലും എന്ത് ചെയ്യും, ആരുമില്ല എന്നൊക്കെ പറയും. ഞാൻ അമ്മയോടും തിരിച്ച് അതേപോലെ എൻ്റെ സരസ് യുവാവായി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ പെടാപ്പാടിന്. അതുകൊണ്ട് എവിടെയെങ്കിലും അടങ്ങിയിരുന്നു. എന്നാലും നമ്മുടെ സരസും അടങ്ങി ഇരിക്കത്തില്ല കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്നതേ വലിയൊരു ചൂടുമായിട്ട്. ചിലപ്പോൾ ഞാൻ നമ്മുടെ അണ്ണനോട് പറഞ്ഞു, ആ ചൂട് എവിടെയെങ്കിലും കൊണ്ടുപോയി പാത്ത് വയ്ക്ക്, എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കട്ടും. നോക്കത്തില്ല. പുള്ളിക്കാരത്തേക്ക് രാവിലെ ഭയങ്കര ഒരു എക്സർസൈസാണ്. ഈ 14-ാം വാർഡ് മൊത്തം, ഞങ്ങളുടെ വാർഡൊക്കെ മാറ്റിയെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഈ 14-ാം വാർഡ് മൊത്തം തൂക്കുന്നത്. അമ്മയ്ക്ക് അതൊരു ഭയങ്കര ഇതാണ്. ഒരു കരിയില അടക്കുമ്പോൾ 2 കരിയിലാകുമ്പോൾ തൂക്കും കേട്ടോ. വയ്യാങ്കിലും അടങ്ങിയിരിക്കത്തില്ല. അത് നമ്മുടെ അമ്മമാരങ്ങനെ, അവർ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അവരെല്ലാം അങ്ങനെ. പക്ഷെ കണ്ണുള്ളപ്പം നമുക്ക് ആ കണ്ണിൻ്റെ വില അറിയത്തില്ല. ഇല്ലാതെ പോകുമ്പോഴാണ് നമുക്ക് പലതിനെയും പറ്റി ചിന്ത വരുന്നത്. സത്യമല്ലേ? അപ്പോഴും നമുക്കിവിടെ നമ്മുടെ അപ്പം മരിച്ചപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഇരുന്ന് പറയും കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വഴക്ക് പറയൊക്കെ. നമ്മുടെ അണ്ണൻ തന്നിച്ച് താമസിച്ചൊക്കെ വരുമ്പം നമ്മൾ വഴക്ക് പറയുന്നതും അച്ഛന്മാർ വഴക്ക് പറയുന്നതും രണ്ടാണ് കേട്ടോ. നമ്മൾ വഴക്ക് പറയാൻ വൈദ്യ ചെയ്യത്തില്ല. സരസ് എന്നാലും ചിലപ്പം 100 അങ്ങ് സരസ് കേട്ടോ, എവിടെ പോയിരുന്നാടാ നീ എന്ന്. നമ്മൾ പറഞ്ഞ് എന്താ പറഞ്ഞാലും അവരൊന്നും വക വയ്ക്കത്തില്ലല്ലോ.
അതാണ് നമുക്ക് കാരണവന്മാരും കാരണവത്തിമാരും ഒക്കെ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു പേടിയും ഒരു ഭയവും ഒക്കെ ഉണ്ട്. അതല്ലേ ഈ സുപ്പ് ഇങ്ങനെ ഇവിടെ കിടന്ന് വെള്ളം വെക്കുന്നത്. നമ്മുടെ ഡാഡി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ദേശത്തങ്ങ് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. എൻ്റെ പൊന്നെ, എനിക്ക് പേടിയായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. സരസ്വിനെ അത്ര പേടിയൊന്നുമില്ല കേട്ടോ. സരസ് വേണമെങ്കിൽ എന്നെ പേടിക്കണം, അത്ര വളർത്തില്ല. എനിക്ക് സരസ്വിനെയും പേടിയാട്ടോ. ഞാൻ അതില്ലേ നിങ്ങളൊക്കെ ചോദിക്കത്തില്ലേ സരസ്വിനെ കാണിക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാട്ടോ. അമ്മയുടെ അടുത്തോട്ട് വീഡിയോ പോയി എടുക്കാനൊക്കെ കേട്ടോ എനിക്ക് പേടിയാണ്, സത്യം പറയാം. നമുക്കൊരു ബഹുമാനമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അമ്മമാരോടൊക്കെ, ഒരു എന്താ ഒരു ഇച്ചിരി ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സരസ്വിന് വയ്യ കേട്ടോ. സരസ്വിന് വയ്യ, ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോന്നു ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. നമ്മുടെ എന്താ ഞാനതൊന്ന് കാണിച്ചു തരാനാണ്. ഞാൻ അങ്ങനെ അതൊന്നും കാണിച്ചു തന്നിട്ടില്ല. എപ്പോഴും നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇത് ചെയ്യാത്ത നിങ്ങൾ കൂട്ടുകാരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കേ. വാഴപ്പിണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ.